അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞു. ആ വെള്ളിയാഴ്ച ദിനം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ശനിയാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. അതായത് പരിശുദ്ധമായ ദുൽഹിജ്ജ 8-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളെ 8-ാമത്തെ ദിനമാണ്. ഈ ഒരു സമയത്ത് അതിശ്രേഷ്ഠമായ അറഫയുടെ പകൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഞായറാഴ്ച, നാളെ ശനിയാഴ്ച ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫയാണ്. സത്യം പറഞ്ഞാൽ ഇതും ഒരു അറഫ രാവാണ്. ഹാജിമാർ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതും എന്താണ്, ഒരു അറഫ രാവാണ്. ഇതും ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇന്ന് ദുൽഹിജ്ജ 8-ാം രാവാണ്. നമുക്ക് അറഫ വരുന്നത് ഞായറാഴ്ചയാണ്. ഹാജിമാർ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ നാളെയാണ് അറഫ. അപ്പോൾ നാളെ നോമ്പ് പിടിക്കാൻ കരുതുന്നവരുണ്ടെങ്കിൽ നാളെ നോമ്പ് പിടിക്കാം, കുഴപ്പമില്ല. മറ്റന്നാൾ നോമ്പ് പിടിക്കുന്നവർക്ക് മറ്റന്നാൾ നോമ്പ് പിടിക്കാം. എന്ന് പിടിച്ചാലും നോമ്പിന് വലിയ കൂലിയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ അറഫ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാടിൻ്റെ ആ നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലായത് ഞായറാഴ്ചയാണ് നമുക്ക് അറഫ, നമുക്ക് തിങ്കളാഴ്ച ബലിപെരുന്നാൾ. ഹാജിമാർക്ക് നാളെയാണ് അറഫ, മറ്റന്നാൾ ഞായറാഴ്ചയാണ് അവർക്ക് ബലിപെരുന്നാൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസത്തിൽ നോമ്പ് പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് നാളെയും നോമ്പ് പിടിക്കാം. പിന്നെ അറഫ ദിവസത്തിൻ്റെ നോമ്പ് പിടിക്കേണ്ടവർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞായറാഴ്ചയാണ് നോമ്പ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അതോടൊപ്പം തന്നെ ഹാജിമാരെല്ലാവരും നമുക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുന്നു. നാളെ അറഫ, അതായത് ഇന്ന് അവർ മിനയിൽ തമ്പടിച്ച്, ഇന്ന് മിനയിൽ താമസിച്ച് നാളെ രാവിലെ തന്നെ അവർ സുബഹിയെല്ലാം നമസ്കരിച്ച് നേരെ അറഫയിലേക്ക് പോവുകയാണ്. ഈ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഏകദേശം 20 ലക്ഷത്തോളം ഹാജിമാർ വരുന്നുണ്ട്. ആ 20 ലക്ഷത്തിൽ എല്ലാ ആളുകളും അറഫയിൽ നാളത്തെ ദിവസം, നാളത്തെ സൂര്യ അസ്തമാനത്തിന് മുമ്പ് അവർ അറഫയിൽ വന്ന് കുറച്ച് സമയം നിന്നാൽ മാത്രമേ അവർക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടൂന്നാണ്. ഹജ്ജിൻ്റെ കൂലി കിട്ടൂ. വേറെ എന്തെങ്കിലും ഇപ്പോൾ ജംറയിൽ കല്ലെറിയാൻ നമുക്ക് പറ്റിയില്ല, നമുക്ക് അതിന് ഫിദിയ കഫാറത്തുണ്ട്, അത് ചെയ്താൽ നമുക്ക് ശരിയാകും, ഹജ്ജ് ശരിയാകും. പക്ഷേ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര സുഖമില്ലാത്തവനാണെങ്കിലും എത്ര രോഗിയാണെങ്കിലും ഒരു സെക്കൻഡെങ്കിലും അവൻ അറഫ മൈതാനത്ത് വന്ന് നിന്നാൽ മാത്രമേ അവനക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടൂ എന്നാണ്. ഇൻഷാ അല്ലാഹ് നാളെയൊക്കെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലാകുന്ന അറഫയിലേക്ക് ഹാജിമാരെല്ലാവരും കടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം. കാരണം 47 ഡിഗ്രി ചൂടാണ്. അപ്പോൾ ആ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ അവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എന്തുമാവട്ടെ അവർക്ക് ഒരു പ്രയാസവുമില്ലാതെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാവാൻ നമ്മൾ പ്രത്യേകം ദ്വാരക്കണം. ഈ പുണ്യമായ സമയങ്ങളിൽ ഹാജിമാരൊക്കെ നമുക്ക് വേണ്ടി ദ്വാരക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം. കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹും പറഞ്ഞിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഇന്ന് പ്രത്യേകം ദ്വാരക്കണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്ത് പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രത്യേകം ദ്വാരക്കും. അള്ളാഹു നമ്മുടെ സദസ്സിനെ, നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ മുഴുവൻ ശ്രേഷ്ഠതകളും നമുക്ക് കിട്ടാനും അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കച്ചവടത്തിലും സമാധാനം, ജീവിതത്തിൽ എപ്പോഴും ഒരു സ്വസ്ഥത ഒക്കെ ഉണ്ടാവാൻ ഈ നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്ന ഒരു ദിക്റുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റിയതാണ്. നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, എപ്പോഴും ഏത് സമയത്തും പറയാൻ പറ്റിയതാണ്. ആ ഒരു ദിക്ർ മഹാന്മാരായ താബിഈങ്ങൾ, തബുഉ താബിഈങ്ങൾ നിത്യമായി കൊണ്ടു നടന്ന ഒരു ദുആയാണ്. അതൊരു ദിക്റാണ്, അതൊരു തസ്ബീഹാണ്. എല്ലാ ഗണത്തിലും പെടുത്താം. വലിയ ശ്രേഷ്ഠതയാണ് അത് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഒന്നിച്ച് പറയും. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം
മിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. രണ്ടാമത്തെ ദിക്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഉസ്താദ് ഈ അറഫാ ദിനത്തിൽ അവിടെ എന്താണ് ഹാജിമാർ ചെയ്യുന്നത്? ഈ മിനാ താഴ്വര, മിന എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്നതിനേക്കാൾ കൂടുതലായി കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ എങ്ങനെ കാണും? നമ്മുടെ ഈ മലയാളം ചാനൽ ഒരുപാട് സിനിമയും സീരിയലും കോമഡിയൊക്കെ കാണുന്ന ഈ ടൈം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ അറബ് ചാനൽ ഉണ്ടാകും, അതായത് ഹറമിൻ്റെ ചാനൽ. ആ ചാനലിൽ അൽഹംദുലില്ലാ നമുക്ക് നേരിട്ട് കാണുന്ന ആ ഒരു പ്രതീതി പോലെ നമുക്ക് കഅബ ത്വവാഫ് ചെയ്യുന്ന ആളുകൾ ത്വവാഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ സംസം കുടിക്കുന്നതും അതുപോലെ അവിടുത്തെ നിസ്കാരവും, ഇപ്പോൾ ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് മിനായിലെ കാഴ്ചകളും അറഫയിലെ കാഴ്ചകളും എല്ലാം നമുക്ക് ലൈവ് ടെലികാസ്റ്റായി നമുക്ക് കാണാൻ പറ്റും, ലൈവായിട്ട് കാണാൻ പറ്റും അവിടെ എന്ത് നടക്കുന്നു എന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു സംവിധാനം നമുക്കിപ്പോൾ മിക്കവാറും എല്ലാ ടിവിയിലും എല്ലാ മൊബൈലിലും നമുക്ക് കിട്ടും, യൂട്യൂബിലൊക്കെ അത് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ അത്തരത്തിലുള്ള ഹജ്ജിൻ്റെ കാഴ്ചകളൊക്കെ ഒരല്പസമയമെങ്കിലും നമുക്കൊന്ന് കാണാൻ പറ്റിയെങ്കിൽ അത് വലിയൊരു ഖൈറാണ്. നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല ഈ വർഷം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പടച്ചോനെ എനിക്ക് അവിടെ എത്തണം, അവിടെ എന്താണ് ഹാജിമാർ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ എന്താണെന്ന് കാണാൻ നമുക്കിപ്പോൾ വലിയ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ ദിക്റിലേക്ക് പ്രവേശിക്കുകയാണ്. പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഈമാൻ സലാമത്താവണം. അല്ലാഹു തആല എപ്പോഴാണ് നമുക്ക് മരണം വിധിച്ചിട്ടുള്ളത് എന്നറിയില്ല, എപ്പോഴാണെങ്കിലും മരിക്കും. ആ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. അതിന് മുൻഗാമികളായ ഒരുപാട് മഹത്തുക്കൾ വെള്ളിയാഴ്ച രാവിലും അതിൻ്റെ പകലിലും അതുപോലെ തിങ്കളാഴ്ച രാവിലും തിങ്കളാഴ്ച എല്ലാ ദിവസവും എന്ന് പറയാം രാത്രിയിലും പകലിലും ഒക്കെ ഒരുപാട് കണ്ട് അവർ പറഞ്ഞിരുന്ന ഒരു ബൈത്ത്, 4 വരി ബൈത്താണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة
واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. സ്വർഗത്തെ ചോദിക്കുകയാണ്, നരകത്തിൽ നിന്നും മോചനം ചോദിക്കുകയാണ്. മഹാന്മാരായ സ്വഹാബിമാരോട് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വലിയ തൗബയുടെ ഇസ്തിഗ്ഫാറിൻ്റെ ദിക്റായ ദുആയായ കാര്യമാണ്. ആ ഒരു വലിയ വചനമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരാണോ ഞാനും നിങ്ങളും എങ്കിൽ ഇത് പറഞ്ഞോ ദുആ ചെയ്തോ അല്ലാഹു മാറ്റിത്തരും. ഒന്നിച്ചു പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക
സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരുപാട് പേര് പറയുന്നു ഉസ്താദ് ഈ കണ്ണിന് കാഴ്ച കുറവാണ്, കാഴ്ച വളരെ കുറവാണ്, അതുപോലെ കണ്ണിൽ അസുഖമാണ്, പിന്നെ കണ്ണേറാണ്. അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട അത് കണ്ണേറാവട്ടെ, കണ്ണിസുക്കേടാവട്ടെ, എന്തുമാവട്ടെ, നമ്മുടെ മക്കൾക്കാവട്ടെ, നമുക്ക് മുതിർന്നവർ ആരെല്ലാം ഉണ്ട് എല്ലാവരുടെയും അതുപോലെയുള്ള അസുഖങ്ങൾ, കണ്ണ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കുള്ള ശിഫയാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട പേരുകളിൽപ്പെട്ട 2 പേര്. ഒന്ന് യാ നൂറു യാ അള്ളാഹ്, പ്രകാശമാകുന്ന അള്ളാഹുവേ. അതുപോലെ മറ്റൊന്നാണ് യാ ബസീറു യാ അള്ളാഹ്, എല്ലാം കാണുന്നവനായ അള്ളാഹ്. ഈ 2 ഇസ്മും ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ വലിയ ശ്രേഷ്ഠതയാണ്, വലിയ പ്രതിഫലമാണ്. ഒന്ന് പറഞ്ഞേ, യാ നൂറു യാ ബസീറു യാ അല്ലാഹ് 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 യാ നൂറു യാ ബസീറു യാ അല്ലാഹ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ രചിച്ച ഫതുഹുൽ മുഈൻ, ആ ഫതുഹുൽ മുഈനിലും അതുപോലെ അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ഇആനത്തു ത്വാലിബീനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യൻ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവൻ സൂറത്തുൽ ഇഖ്ലാസ് 200 വട്ടം എന്നാണ് മഹാനവറുകൾ എണ്ണം പറഞ്ഞത്, 200 വട്ടം എന്നാണ്. അത്രമാത്രം പ്രാവശ്യം അവൻ ആവർത്തിച്ചാവർത്തിച്ച് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിയാൽ അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകും, അവൻ്റെ പ്രതിസന്ധികൾ മാറും, അവൻ്റെ ഈമാൻ സലാമത്താവും, അവൻ്റെ ഈമാൻ പാറ പോലെ ഉറക്കും, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് കുറച്ച് പ്രാവശ്യം ഒന്ന് ഓതാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പ്രധാനപ്പെട്ട ഈ സമയങ്ങളിൽ ഓതൽ പ്രത്യേകം സുന്നത്തായ, ഓതൽ പ്രത്യേകം ഗുണങ്ങൾ നമുക്ക് നേടിത്തരുന്ന, ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കോരി നമുക്ക് കിട്ടുന്ന, ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫജ്ർ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് എല്ലാവർക്കും ഓതാം. ഇത് വുളു ഉള്ള ആളുകൾ അവർ ഖുർആൻ കയ്യിലെടുത്ത് ഓതിയാൽ ഖൈറാണ്. ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ ഇത് വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇനി വുളു ഇല്ലാത്തവരാണെങ്കിലും ഇത് കൂടെ ഓതിക്കോളൂ, കുഴപ്പമില്ല. പിന്നെ നിസ്കാരമില്ലാത്ത ഉമ്മമാർ ഇത് ഓതുന്നത് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء
ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. ഒരു ദുആ നമുക്കൊന്ന് പറയാം, ഒന്നിച്ചു പറയാം. കാരണം നമ്മളിവിടെ എന്ത് ദിക്ർ പറഞ്ഞാലും തസ്ബീഹ് പറഞ്ഞാലും നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഹജ്ജ് ചെയ്താലും എന്ത് അമൽ ചെയ്താലും അവസാനം കെലിമ ചൊല്ലി മരിച്ചില്ല എങ്കിൽ ഇതൊക്കെ നിഷ്ഫലമാണ്. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും കെലിമ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നല്ല സന്തോഷത്തോടെയുള്ള മരണം തരണേ അല്ലാ എന്ന് നമുക്ക് ഇൻഷാ അള്ളാഹ് അള്ളാഹിനോടൊന്ന് ദുആരക്കണ്ടേ. അപ്പോൾ ആ ഒരു ദുആയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയട്ടോ. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. അൽഹംദുലില്ലാ. അല്ലാഹു തആല ഇന്നത്തെ നമ്മുടെ മജ്ലിസിനെ പ്രത്യേകം സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മജ്ലിസിൽ ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട്, ഉപ്പമാർ പറഞ്ഞിട്ടുണ്ട്, സഹോദരങ്ങൾ അവരുടെയൊക്കെ രോഗങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും പ്രശ്നങ്ങൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ നിരവധി പേര് ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് പേരാണ് ദുആ വസിയത്ത് പറയാറുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ നമ്മുടെ ദുആ എല്ലാത്തിനെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ലാ
ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെയും ഞങ്ങളുടെ മജ്ലിസിനെയും നീ ഖബൂലാക്കണേ റഹ്മാനെ. ഓതിയതിലും പറഞ്ഞതിലും അല്ലാഹു ഞങ്ങളെ ചൊല്ലിയതിലും ഒരുപാട് കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. ഈമാൻ കുറഞ്ഞവരാണ്, ഇഖ്ലാസ് കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, ഇൽമു കുറഞ്ഞവരാണ്. റഹ്മാനെ, ഞങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, തിന്മകൾ ചെയ്തവരാണ്. അല്ലാഹുവേ, മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഒറ്റക്ക് ചെയ്തത്, കൂട്ടായി ചെയ്തത്, രഹസ്യമായത്, പരസ്യമായത് എല്ലാ തിന്മകളും നീ മായ്ച്ചു കളയണേ റഹ്മാനെ. അതിന് ഈ സദസ്സ് നീ കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, ബന്ധുമിത്രാദികൾ, എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ നാളെ സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടുകൂടി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ്. നല്ല ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. പ്രതിസന്ധികൾ മായ്ച്ചു കളയണേ അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിരവധി പേരാണ് ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, കിഡ്നിക്ക് പ്രോബ്ലമായി, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്തമായ രോഗങ്ങളാണ്, വ്യത്യസ്തമായ വേദനകളാണ്, സങ്കടങ്ങളാണ്. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ കൊടുക്കണേ അല്ലാഹ്. അസുഖങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഞങ്ങളുടെ ഈമാൻ ദുർബലമാകുന്ന ഒരു അസുഖവും ഒരു പ്രയാസവും ഞങ്ങൾക്ക് നീ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവൻ, ഒരുപാട് പേരുടെ റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ് റഹ്മാനെ. രക്തം ടെസ്റ്റ് ചെയ്തതിന്റെ, അതുപോലെ തന്നെ ശരീരത്തിലുള്ള മുഴകൾ കീറിയിട്ട് അത് കുത്തിയെടുത്ത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് വരുന്നതിന് തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. റഹ്മാനെ, വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാഹ്. വീട് പണി നടക്കുന്നവരുണ്ട്, ഖൈറായി നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനേ, ഒരുപാട് പേര് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ ഇണകളെ നീ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നല്ല വാഹനമില്ലാത്തവർക്ക് ഖൈറായ വാഹനം കൊടുക്കണേ അല്ലാഹ്. പ്രവാസികളായ നിരവധി പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ ജീവിതത്തിൽ നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന കച്ചവടം, തൊഴിൽ, ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉപജീവന മാർഗത്തിൽ നീ എല്ലാവിധത്തിലുള്ള ഖൈറും എല്ലാവിധത്തിലുള്ള നല്ല ഇടപെടലുകളും നീ നൽകണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് തരണേ അല്ലാഹ്. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമന്റ് എഴുതുന്നുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം. അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണേ അല്ലാഹ്. പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ സുന്ദരമായ ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ ദുൽഹിജ്ജ മാസത്തെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ എല്ലാ ബറക്കത്തുകളും എല്ലാ നിഅമത്തുകളും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലും നീ തരണേ അല്ലാഹ്. റഹ്മാനെ, ഹാജിമാരെ നീ കാക്കണേ അല്ലാഹ്. ഈ വർഷം ഹജ്ജിനായി ചെന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ഹാജിമാർ അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. പാപികളായ പാവപ്പെട്ടവരായ ഞങ്ങൾക്കും താമസിയാതെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. ആ ഹറമ കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മുത്തായ റസൂലിന്റെ ചാരച്ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ആ പച്ചക്കുബ്ബ നോക്കി കണ്ട് രസിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനെ, പടച്ചവനെ, ഒരുപാട് പേര് പ്രതിസന്ധിയിലാ, പ്രശ്നത്തിലാ, അത് നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഫലസ്തീനിന് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ഇന്ത്യ മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾക്ക് നീ നല്ല ഭരണാധികാരികളെ തരണേ അല്ലാഹ്. അവരുടെ ഭരണം നീ ഖൈറിലാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ജനാധിപത്യം നീ തിരിച്ചു തരണേ അല്ലാ, ഏകാധിപത്യം നീ തുടച്ചു നീക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന കാലമാണ്, അവർക്ക് ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റൊക്കെ വരുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും വാഹനങ്ങളെയും കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഇന്ന് കാലഘട്ടം മോശമാ, എല്ലാവിധത്തിലുള്ള മോശത്തരങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പ്രതീക്ഷയാണ്, അവർക്ക് നീ എല്ലാവിധത്തിലുള്ള ഖൈറും കൊടുക്കണേ അല്ലാ. ജോലി അന്വേഷിക്കുന്ന മക്കളുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ, ഉമ്മമാര് ഗർഭിണികളാണ്, സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. എല്ലാവിധ സലാമത്തും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമന്റുകൾ എഴുതുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എല്ലാം ഞങ്ങൾ തവക്കുലാക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഇന്നത്തെ നമ്മുടെ മജ്ലിസിനെ, നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പങ്കെടുക്കുക. ആരൊക്കെ നമ്മുടെ മജ്ലിസിലേക്ക് ദുആ വസിയത്ത് പറഞ്ഞോ, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.